കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഗലാത്യ ലേഖനം പഠിച്ച് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വളരെ സന്തോഷമുണ്ട് ഗലാത്യ ലേഖനം നമുക്ക് ഒരുമിച്ച് പഠിക്കാനായിട്ട് ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതിൽ. കാരണം ഗലാത്യ ലേഖനത്തിലൂടെയാണ് ശരിക്കും യഥാർത്ഥമായിട്ട് യേശു ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതായിരിക്കുന്ന കൃപയുടെ സുവിശേഷത്തിന്റെ പൂർണ്ണത എന്താണ് എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അധികം മുഖവരയിലേക്കൊന്നും കടക്കുന്നില്ല. കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ പഠിച്ചത് ഗലാത്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിന്റെ 11 മുതൽ അതിൻ്റെ 17 വരെയുള്ളായിരിക്കുന്ന വാക്യങ്ങളാണ് കഴിഞ്ഞ ബുധനാഴ്ച നമ്മൾ പഠിച്ചത്. എന്തായിരുന്നു അവിടെ പഠിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മൾ അതിൻ്റെ 1-2 വാക്യങ്ങളിൽ വായിച്ച കാര്യങ്ങൾ മുഖ്യമായിട്ട് നമ്മൾ എടുത്തു സംസാരിച്ചു. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്ര പ്രാപിച്ചത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലന് മാത്രമായിട്ട് ഒരു സുവിശേഷം വെളിപ്പെട്ടുവോ, പൗലോസിലൂടെ മാത്രമായിട്ട് ലോകത്തിനൊരു സുവിശേഷം വെളിപ്പെട്ട് വന്നുവോ എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചത്. തീർച്ചയായിട്ടും പൗലോസിലൂടെ മാത്രമായിട്ടൊരു സുവിശേഷം വെളിപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. അതാണ് നാം ഇന്ന് വിശ്വസിക്കേണ്ടതായിരിക്കുന്ന സുവിശേഷം. അതാണ് കൃപയുടെ സുവിശേഷം. അതാണ് കാൽവരി കുരിശിൽ പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിന്റെ യാഗത്തിലുള്ളായിരിക്കുന്ന വിശ്വാസത്താൽ പാപികളായിരിക്കുന്നവർക്ക് പരിപൂർണമായിരിക്കുന്ന രക്ഷ, യാതൊരു പ്രവൃത്തിയും ആവശ്യമില്ലാതെ വണ്ണം പരിപൂർണമായിരിക്കുന്ന രക്ഷ അതിലൂടെ കൈവരുന്നു എന്നുള്ളതായിരിക്കുന്ന സുവിശേഷം പൗലോസിലൂടെയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം. അത് വേറെ ആർക്കുമല്ല. നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വായിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ എന്ന് പൗലോസ് പറഞ്ഞിട്ട്, കർത്താവായി യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്നുള്ള കാര്യം പൗലോസ് പറഞ്ഞിട്ട്, അത് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാണ് പൗലോസ് തന്നെ കുറിച്ച് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പൗലോസ് പറഞ്ഞത്, പാപികളെ രക്ഷിച്ചുകൊണ്ട് കർത്താവായി യേശു ക്രിസ്തു തുടങ്ങിയതായിരിക്കുന്ന ഈ രക്ഷണീയ പ്രവൃത്തിയിൽ ഒന്നാമനായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, അല്ലെങ്കിൽ ഒന്നാമതായി രക്ഷിക്കപ്പെട്ട വ്യക്തി, പാപികളിൽ നിന്ന് ഒന്നാമതായി രക്ഷിക്കപ്പെട്ട വ്യക്തി ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ശരിക്കും നമുക്ക് മനസ്സിലാക്കാനുള്ളത്, പൗലോസ് അപ്പോസ്തലനെയാണ് ഈ കൃപായുഗത്തിൽ ആദ്യമായിട്ട് ദൈവം രക്ഷിച്ചത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പൗലോസിനെ വിളിച്ച് തിരഞ്ഞെടുത്തതിലൂടെയാണ് ഈ കൃപയുടെ സുവിശേഷം ലോകത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് ഈ സുവിശേഷം കേൾക്കാനും പഠിക്കാനും നമുക്ക് എല്ലാവർക്കും സാഹചര്യം ഉണ്ടായത് എന്നുള്ളതായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ ഇന്ന് അതിൻ്റെ 18-ാമത്തെ വാക്യം തൊട്ട്, 1-ാം അധ്യായം 18-ാമത്തെ വാക്യം തൊട്ടുള്ളായിരിക്കുന്ന കാര്യങ്ങൾ താഴേക്ക് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം പരമാവധി യൂസ് ചെയ്തുകൊണ്ട് താഴേക്കുള്ള വാക്യങ്ങൾ പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ബൈബിളുള്ള എല്ലാവരും എടുത്താൽ അല്ലെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. 1-ാം അധ്യായം, ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതലായിരിക്കുന്ന വാക്യങ്ങൾ. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടി പാർത്തു. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറെ ഒരുത്തനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. എന്തിനാ പൗലോസ് ഇവിടെ ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നൊരു ആണയിട്ടതിന്റെ ആവശ്യം എന്താ? ഒരു സത്യപ്രസ്താവന നടത്തേണ്ട ആവശ്യം എന്താ? ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി എന്ന് ഈ കാര്യം പറഞ്ഞിട്ട് പറയേണ്ട ആവശ്യം എന്താ? ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, എന്നെ ദമസ്കോസിൽ വെച്ച് പിടിച്ചതായിരിക്കുന്ന കർത്താവ്, അല്ലെങ്കിൽ ഞാനും കർത്താവുമായി കണ്ടുമുട്ടിയതിന് ശേഷം ഞാൻ ഒരിക്കലും 12 അപ്പോസ്തലന്മാരെ കാണാനോ കേൾക്കാനോ അവരിൽ നിന്ന് എന്തെങ്കിലും കർത്താവിന്റെ ഉപദേശങ്ങളെ കേട്ട് പഠിക്കാനോ ഞാൻ യെരുശലേമിലേക്ക് പോയില്ല. 3 വർഷത്തോളം ഞാൻ അങ്ങനെ പോയിട്ടേയില്ല. ഞാൻ നേരെ അറബിയിലേക്ക് പോയി ദമസ്കോസിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഞാൻ പാർത്തുകൊണ്ടിരിക്കുന്ന കാലത്ത് 3 വർഷം കഴിഞ്ഞിട്ട്, ദമസ്കോസിൽ വെച്ചുള്ളായിരിക്കുന്ന പൗലോസിന്റെ മാനസാന്തരത്തിന്റെ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്ന് യെരുശലേമിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. എന്തിനാ ഞാൻ യെരുശലേമിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്? 12 അപ്പോസ്തലന്മാര് 3.5 കൊല്ലം കർത്താവായി യേശു ക്രിസ്തുവിനോട് കൂടെ ജീവിച്ച്
കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശവും അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം കണ്ട സാക്ഷികളാണ്. അപ്പൊ അവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണോ പോകാന്ന് വെച്ചത്? അല്ലേ അല്ലെന്ന പൗലോസ് പറയുന്നത്. അല്ല, ഞാൻ അതിനു വേണ്ടിയിട്ടല്ല പോയത്. ഞാൻ ഈ കേഫാവുമായിട്ട് എന്ന് പറഞ്ഞാൽ, കേഫാവ് എന്ന് പറഞ്ഞാൽ പത്രോസ് അറിയാമല്ലോ, ഈ പത്രോസുമായിട്ട് ഒരു മുഖപരിചയം ആകേണ്ടതിന് ഞാന് 3 വർഷം കഴിഞ്ഞപ്പോൾ ഒന്ന് യെരുശലേമിലേക്ക് പോയി എന്നേ ഉള്ളൂ എന്നായി പറയുന്നത്. അങ്ങനെ 3 വർഷം കഴിഞ്ഞപ്പോഴാണ് പത്രോസിനെ ഒന്ന് മുഖപരിചയം ഒന്ന് പരിചയപ്പെട്ടിരിക്കാം എന്ന് ഞാൻ വിചാരിച്ച് ഞാൻ യെരുശലേമിലേക്ക് പോയത്. അല്ലാതെ ഞാൻ പത്രോസിനെ കാണാൻ പോയതോ 12 അപ്പോസ്തലന്മാരെ കാണാൻ പോയതോ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച ഉപദേശം അവരിൽ നിന്ന് കേട്ട് പഠിക്കാനോ, കർത്താവ് ചെയ്തായിരിക്കുന്ന കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് കേൾക്കാനോ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതായിരിക്കുന്ന കാര്യങ്ങളാകട്ടെ, തന്റെ ജീവിത വൃത്താന്തങ്ങളാകട്ടെ, തന്റെ നിയോഗങ്ങളാകട്ടെ, ഈ കാര്യങ്ങളൊന്നും 12 അപ്പോസ്തലന്മാരിൽ നിന്ന് കേട്ട് ഗ്രഹിക്കാനോ അവരിൽ നിന്ന് പഠിക്കാനോ പോയതല്ലെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് പറഞ്ഞിട്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ അങ്ങനെ കേഫാവിനെ, പത്രോസിനെ കാണാൻ വേണ്ടി യെരുശലേമിലേക്ക് പോയി. എന്നാൽ 15 ദിവസം ഞാൻ പത്രോസിനോട് കൂടെ പാർക്കുകയും ചെയ്തു. എന്നിട്ട് പത്രോസ് പറയാണ്, എന്നാൽ ഞാൻ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറെ ഒരുത്തിനെയും കണ്ടില്ല എന്ന് പറഞ്ഞാല് ഞാൻ അപ്പോസ്തലന്മാരിൽ നിന്ന് കേട്ട് പഠിക്കാൻ പോയതല്ലെന്നർത്ഥം. ഞാൻ 12 അപ്പോസ്തലന്മാരിൽ നിന്ന് കേട്ട് പഠിക്കാൻ വേണ്ടി പോയതല്ല, യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട് പഠിക്കാൻ വേണ്ടി പോയതല്ല, യേശുക്രിസ്തുവിന്റെ ഉപദേശം സുവിശേഷം ഇതൊന്നും കേട്ട് പഠിക്കാൻ വേണ്ടി പോയതല്ല. ഞാൻ ഒരു അപ്പോസ്തലന്മാരെയും കണ്ടില്ല, ഈ പത്രോസിനെ അല്ലാതെ വേറെ ഒരു അപ്പോസ്തലനെയും കണ്ടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 26 മുതലായിരിക്കുന്ന വാക്യങ്ങളിൽ ഈ കാര്യം എഴുതിയിട്ടുണ്ട്. പൗലോസിന്റെ 1-ാം യെരുശലേം യാത്ര, അല്ലെങ്കിൽ പത്രോസിനെ മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയ കാര്യം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ യെരുശലേമിൽ എത്തിയാറെ, അവൻ എന്ന് പറയുന്നത് പൗലോസിനെ കുറിച്ചാണ്. അവൻ യെരുശലേമിൽ എത്തിയാറെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. എന്നാൽ അവൻ ഒരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. എന്തുകൊണ്ടാണ് പൗലോസിനെ പേടിച്ചെന്ന് അറിയാമല്ലോ. പൗലോസ് ഈ പറയുന്നതായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലുള്ളായിരിക്കുന്ന യഹൂദ വിശ്വാസികളെ എവിടെ കണ്ടാലും പിടിച്ചു കെട്ടി കൊല്ലാൻ വേണ്ടി നടക്കുന്നവനാ, കല്ലെറിയാൻ വേണ്ടി നടക്കുന്നവനാ. അപ്പൊ അങ്ങനെയുള്ളായിരിക്കുന്ന പൗലോസിനെ കണ്ടാൽ അവർ പേടിക്കാതിരിക്കുവോ? അവര് പേടിക്കും. കാരണം പൗലോസ് വെറും ഒരു നിസ്സാരക്കാരനല്ല, സന്നിധി സംഘത്തിലെ അധികാരമുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയാണ്, മഹാപുരോഹിതന്മാരുടെ എഴുത്തുള്ളതായിരിക്കുന്ന വ്യക്തിയാണ്. ഈ ക്രിസ്തു നാമക്കാരെ പിടിച്ചു കെട്ടി തടവിലാക്കുവാനും കൊല്ലുവാനുള്ളതായിരിക്കുന്ന അധികാരപത്രമുള്ള വ്യക്തിയാണ്. സന്നിധി സംഘത്തിലെ ഒരു പ്രധാനിയായിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ പൗലോസ് മാനസാന്തരപ്പെട്ടായിരിക്കുന്ന വിവരമൊന്നും യെരുശലേമിലെ സഭ അറിഞ്ഞില്ല. അതുകൊണ്ട് യെരുശലേമിലേക്ക് ഈ 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി പരിചയമാകുവാനായിട്ട് ചെന്നപ്പോൾ തന്നെ യെരുശലേമിലുള്ളവരെല്ലാവരും പിന്നെ നമ്മുടെ പൗലോസിനെ കണ്ട് പേടിച്ചു എന്നാണ്. എന്നാൽ അവൻ ഒരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് ബർന്നബാസ് വിവരിച്ചു കൊടുത്തു. ബർന്നബാസാണ് ഈ കാര്യം പറയുന്നത്. ഒരു സാക്ഷി ഇല്ലാതെ പൗലോസിന് നേരിട്ടങ്ങ് ചെല്ലാനോ നേരിട്ട് പറയാനോ പറ്റുകയില്ല. കാരണം പൗലോസിനെ കാണുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിരിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾക്കെല്ലാം പേടിയാണ്, അവർക്കെല്ലാവർക്കും പേടിയാണ്. ഇവൻ കൊല്ലാൻ വന്നതാണോ പിടിച്ചു കെട്ടാൻ വന്നതാണോ എന്നുള്ളതായിരിക്കുന്ന പേടിയാണ്. അപ്പൊ അതിന് ബർന്നബാസ് ഈ കാര്യം അറിഞ്ഞിരുന്നുവല്ലോ, പൗലോസിന്റെ മാനസാന്തരം അറിഞ്ഞിരുന്നത് കൊണ്ട് ബർന്നബാസ് ഈ പൗലോസിനെ കൂട്ടിക്കൊണ്ട് യെരുശലേമിലെ സഭയിൽ ചെന്നു. അവരോട് ഈ പൗലോസിന്റെ മാനസാന്തര വിവരങ്ങളെല്ലാം പറഞ്ഞു എന്ന് നമ്മളവിടെ വായിക്കുകയാണ്. അവിടെ നമ്മൾ കൂടുതൽ അത് വായിച്ചോളണം എന്നില്ല. എന്നാൽ നമ്മളവിടെ വായിക്കുന്ന ഇങ്ങനെ വിവരിച്ചു പറഞ്ഞു. പിന്നെ അവൻ യെരുശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിന്റെ നാമത്തിൽ, എത്ര നാൾ യെരുശലേമിൽ അവരുമായി പെരുമാറി? യെരുശലേമിൽ അവരുമായി പെരുമാറിയത് 15 ദിവസം പത്രോസിനോട് പാർത്തു എന്ന് പറയുന്നതായിരിക്കുന്ന ഈ ദിവസങ്ങളെയാണ് യെരുശലേമിൽ അവരുമായി പെരുമാറി എന്നവിടെ എഴുതിയിരിക്കുന്നത്. പെരുമാറുകയും കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു വന്നു. യവന ഭാഷക്കാരായ യഹൂദന്മാരോടും അവൻ സംഭാഷിച്ച് തർക്കിച്ചു. അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി. സഹോദരന്മാർ അതറിഞ്ഞ് അവനെ കൈസരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു. ഇതാണ് പൗലോസ് അപ്പോസ്തലന്റെ 1-ാം യെരുശലേം യാത്ര എന്ന് പറയുന്നത്. ആ യാത്രയെക്കുറിച്ചാണ് നമ്മൾ വായിച്ചതായിരിക്കുന്ന ഗലാത്യ ലേഖനത്തിന്റെ 18 മുതലായിരിക്കുന്ന വാക്യങ്ങളിൽ വായിക്കുന്നത്.
അപ്പൊ എന്തിനാണ് ഗലാത്യ ലേഖനത്തിൽ ഈ കാര്യം എടുത്തു പറഞ്ഞതെന്ന് ചോദിച്ചാല്, ഗലാത്യരോട് പറയാണ്, ഞാൻ യേശു ക്രിസ്തുവിന്റെ ഉപദേശം ശിഷ്യന്മാരോട് കേട്ട് പഠിക്കാൻ പോയതല്ല, യേശു ക്രിസ്തുവിന്റെ ജീവിത വൃത്താന്തം കേട്ട് പഠിക്കാൻ പോയതല്ല, സത്യം അതാണ് ആ താഴെ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ബോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. എന്തിനാ ഇവിടെ ഇങ്ങനെ ആണയിട്ട് പറയുന്നത് എന്ന് ചോദിച്ചാല്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അവരിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടല്ല നിങ്ങളോട് പറയുന്നത്. അവരെന്നെ പഠിപ്പിച്ചിട്ടുമല്ല ഞാൻ ഈ സുവിശേഷം പഠിച്ചത്. ഞാൻ മനുഷ്യരിൽ നിന്ന് പഠിച്ചിട്ടില്ല, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് അത്ര പഠിച്ചത്. ഞാൻ അവരോട് പഠിക്കാൻ പോയതല്ല. ഞാൻ കേവലം പത്രോസുമായിട്ട് ഒരു മുഖപരിചയമാകാൻ വേണ്ടി പോയതാണ്. എന്നിട്ട് ഞാൻ പോയപ്പോഴോ ഈ 12 അപ്പോസ്തലന്മാരിൽ ബാക്കിയുള്ളവരെ ആരെയും ഞാൻ കണ്ടില്ല. ഞാൻ ആകെ കണ്ടത് കർത്താവിന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ മാത്രമാണ് കണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. ഈ കർത്താവിന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ പറയട്ടെ, എന്താ ഈ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല എന്ന് പറയുന്നത്? കർത്താവിന്റെ സഹോദരനായ യാക്കോബ് എന്ന് പറഞ്ഞാൽ യൗസേപ്പിനും മറിയയ്ക്കും ജനിച്ചതായിരിക്കുന്ന പുത്രൻ തന്നെയാണ് യാക്കോബ്. എന്നാൽ ഇന്നത്തെ ക്രൈസ്തവ ലോകം അല്ലെങ്കിൽ എന്താ പറയുന്ന പള്ളി മതക്കാരോ അങ്ങനെയുള്ളവരാരും മറിയത്തെ അമലോത്ഭവയായിട്ട് വാഴ്ത്തുന്നവരാരും അത് അംഗീകരിക്കില്ലെന്ന് നമുക്കറിയാം. അങ്ങനെ മറിയ 2ാമത് പ്രസവിച്ചു എന്നോ 3ാമത് പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവര് നമ്മുടെ നേരെ കല്ലെറിയും, അല്ലെ? എന്നാൽ എന്താ സത്യം എന്നറിയാമോ? ഇത് മറിയയ്ക്കും യൗസേപ്പിനും, കർത്താവായ യേശു ക്രിസ്തു മറിയയ്ക്ക് ജനിച്ചതിന് ശേഷം മറിയയ്ക്കും യൗസേപ്പിനും 2ാമതായി ജനിച്ചതായിരിക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്നതായിരിക്കുന്ന യാക്കോബ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാനൊരു വേദഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം. അപ്പൊ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം അതിന്റെ 13ാം അധ്യായം, അതിന്റെ 13ാം അധ്യായത്തിന്റെ 53 മുതലായിരിക്കുന്ന വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ഈ യാക്കോബ് മറിയയുടെ പുത്രനാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരുത്താൻ വേണ്ടിയാണ് അത് വായിക്കുന്നത്. ഗലാത്യ ലേഖനം പഠിപ്പിക്കുമ്പോൾ അതൊക്കെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നലല്ല, എന്നാലും അങ്ങനെ സംശയമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. മത്തായി സുവിശേഷം 13ാം അധ്യായം 53 മുതലുള്ള വാക്യങ്ങൾ. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു, ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന് എന്ന് പറഞ്ഞാല് സ്വന്തം പട്ടണമായിരിക്കുന്ന പിതൃഭവനത്തിലെ പിതൃനഗരത്തിലേക്ക് കർത്താവിന്റെ നസ്രയത്തിലേക്ക് കർത്താവ് തിരിച്ചു വന്നു. ആ നസ്രയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവര് കർത്താവിനെ കുറിച്ച് ആശ്ചര്യപ്പെടുകയാണ്. ഇവൻ ഈ പറയാൻ ഇത്രത്തോളം പ്രസംഗിക്കാനുള്ള ജ്ഞാനവും ഈ അത്ഭുത പ്രവൃത്തികൾക്കുള്ള ശക്തിയൊക്കെ എവിടുന്ന കിട്ടിയത് എന്ന് അവിടെ കർത്താവിനെ അറിയുന്ന, കർത്താവിന്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന അയൽക്കാരായിരിക്കുന്ന മനുഷ്യർ പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നവർ അല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. നോക്കി അവിടെ പറയുന്നത്, ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, 1ാമത്തെ സഹോദരന്റെ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നവർ അല്ലയോ? ഇവന്റെ സഹോദരിമാരും ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? അപ്പോ കർത്താവായി യേശു ക്രിസ്തു ജനിച്ച ഉദരത്തിൽ 2ാമതായിട്ട് രൂപം കൊണ്ടതായിരിക്കുന്ന വ്യക്തിയാണ് ഈ യാക്കോബ്. ഈ യാക്കോബാണ് കേട്ടോ യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്ന ആ ലേഖനം എഴുതി ഈ യാക്കോബാണ്. അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബല്ല. അപ്പോസ്തലനായിരിക്കുന്ന യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. കർത്താവിന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബാണ്. സാധാരണ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു കാര്യം പറയാറുണ്ട്. എന്താണെന്ന് അറിയാമോ? പണ്ഡിതന്മാർ പറയുന്നത്, ഈ യാക്കോബിനെ പോലെ ആ കാലത്ത് അത്രമാത്രം അതിഭക്തനായിരുന്ന ഒരു മനുഷ്യൻ വേറെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കർത്താവിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം ഈ യാക്കോബും ഈ യൂദയും ഒക്കെ കർത്താവായി യേശുവിന്റെ പാതയിലേക്ക് വന്നു. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് യാക്കോബ് അത്രമാത്രം ഭക്തനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ് ഈ യാക്കോബ് അത്രമാത്രം ഭക്തനായിരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പണ്ഡിതന്മാർ പറയുന്ന ഒരു വ്യാഖ്യാനം,
ഞാൻ വായിച്ചിട്ടുള്ളതാണ്. വ്യാഖ്യാനം എന്താന്ന് വെച്ചാൽ, കർത്താവ് കിടന്നതായിരിക്കുന്ന ഉദരത്തിൽ അതിനുശേഷം രണ്ടാമത് കിടക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഈ യാക്കോബ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ യാക്കോബിനെയും പത്രോസിനെയും യോഹന്നാനെയുമാണ് യെരുശലേമിലെ സഭയിലെ തൂണുകളായിട്ട് എണ്ണപ്പെട്ടിരുന്നത് എന്ന് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. യാക്കോബ് അത്രമാത്രം ഭക്തനായിരുന്നു, ഒരു മനുഷ്യനായിരുന്നു യാക്കോബ്. ആ യാക്കോബാണ് ലേഖനം എഴുതിയത്. യൂദയുടെ ലേഖനം എഴുതിയതും കർത്താവിന്റെ സഹോദരനായ യൂദ തന്നെയാണ്. ഇവിടെ നമ്മൾ വായിച്ചില്ലേ, യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവരുടെ സഹോദരനാണ് യേശുക്രിസ്തു എന്നിവർ പറയുന്നത് കേട്ടില്ലേ? ആ യൂദയാണ് യൂദയുടെ ലേഖനം എഴുതിയത്. ഞാൻ ഇത്രയും ഒന്ന് സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണെ, ഞാൻ യെരുശലേമിൽ പോയിട്ട് ഞാൻ അവിടെ പത്രോസ് അപ്പോസ്തലനെ അല്ലാതെ അപ്പോസ്തലന്മാർ വേറെ ആരെയും കണ്ടില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് വല്ല സാക്ഷ്യവും പറയണമെങ്കിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അപ്പോസ്തലന്മാർക്കല്ലാതെ വേറെ ആർക്കും അറിയുന്നത്? വേറെ ആർക്കും അറിയില്ല. യെരുശലേമിൽ കാര്യം 12 അപ്പോസ്തലന്മാരുടെ പ്രസംഗം കേട്ട്, പത്രോസിന്റെ പ്രസംഗം കേട്ട് 1000 10,000 വിശ്വസിച്ച് വന്നെങ്കിലും അവർക്ക് യേശുക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശവും അറിയില്ല. യേശുക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശവും പഠിപ്പിക്കണമെങ്കിൽ ആർക്കേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ? 12 അപ്പോസ്തലന്മാർക്കേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം 12 അപ്പോസ്തലന്മാരോട് കൂടെ ഇരുന്നാണ് അപ്പോസ്തലന്മാരെയാണ് കർത്താവ് അതെല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ പൗലോസ് ഇവിടെ ആവർത്തിച്ച് പറയുന്നത്, ഞാൻ കർത്താവിന്റെ ജീവിതം പഠിക്കാൻ പോയതല്ല, കർത്താവിന്റെ ഉപദേശം അവരിൽ നിന്ന് കേട്ട് പഠിക്കാൻ പോയതല്ല, ഞാൻ പോയത് പത്രോസായിട്ടൊന്ന് മുഖപരിചയമാകാൻ വേണ്ടി പോയതാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ എന്നിട്ട് അതിനെക്കുറിച്ച് ആവർത്തിച്ച് പറയാം, ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന പോഷ്കല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റൊന്നിനും വേണ്ടി പോയതല്ല. അവിടെ ഞാൻ സുവിശേഷം പഠിക്കാൻ പോയതല്ല, ഞാൻ കർത്താവിന്റെ ഉപദേശവും ജീവിതവും പഠിക്കാൻ പോയതല്ല, ഞാൻ പത്രോസായിട്ടൊന്ന് കാണാൻ വേണ്ടി പരിചയപ്പെടാൻ വേണ്ടി പോയതാണെന്ന് മാത്രം പറഞ്ഞിട്ട് പറയാ, ഞാൻ പറയുന്നത് പോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി, ആണായിട്ട് ഉറപ്പിക്കുകയാണ്, ദൈവം സാക്ഷി. പിന്നെ 21 വാക്യം, പിന്നെ ഞാൻ സുറിയ, കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി. യഹൂദിയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. യഹൂദിയിലെ ക്രിസ്തു സഭകൾ എന്ന് പറഞ്ഞാൽ യെരുശലേമിലെ സഭ. ആ യെരുശലേമിലെ സഭകൾക്ക് ഞാൻ മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. അവര് മുഖപരിചയം ഇല്ലാത്തവനായിരുന്നു. മുമ്പേ നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. യെരുശലേമിലെ സഭയ്ക്ക് എന്തേ അറിയുള്ളൂ എന്നറിയാമോ? ഇത്രയും കാലം നമ്മളെ മുടിച്ചു പോന്നവൻ ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന, നമ്മൾ വിശ്വസിക്കുന്ന അതേ ഉപദേശം പ്രസംഗിക്കുന്നു എന്ന് മാത്രമാണ് അവർക്ക് എന്നെ കുറിച്ച് അറിയുള്ളൂ. അത് ഓർത്ത് അവര് ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം, ഈ പറയുന്നതായിരിക്കുന്ന യെരുശലേമിലെ സഭ പ്രസംഗിക്കുന്ന സുവിശേഷം അല്ല എന്നുള്ളതായിരിക്കുന്ന കാര്യം അവർക്ക് പിടുത്തം കിട്ടിയിട്ടില്ല, അവർക്ക് അറിയുകയുമില്ല. അതിനെക്കുറിച്ചാണ് ഇനി താഴേക്ക് പറയുന്നത്. അവർക്ക് ആ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല. അവരാകെ യെരുശലേമിലെ സഭയിലുള്ളവരാകെ മനസ്സിലാക്കിയ ഇത്രയേ ഉള്ളൂ, നമ്മെ മുടിച്ചു പോന്നവൻ ഇപ്പോൾ നമ്മെ മുടിച്ചു പോന്നായിരിക്കുന്ന, നമ്മൾ വിശ്വസിച്ചായിരിക്കുന്ന ഉപദേശത്തെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്നാണ്. അപ്പൊ ആ വാക്യത്തോടു കൂടെ 1-ാം അധ്യായം അവസാനിക്കുകയാണ്. ശരി, അപ്പൊ ഞാൻ 2-ാം അധ്യായത്തിലേക്ക് വരട്ടെ. അവിടെ നമുക്ക് വളരെ വളരെ അനുഗ്രഹീതമായിരിക്കുന്ന കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഗലാത്യ ലേഖന 2-ാം അധ്യായത്തിലെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഒരുങ്ങാം. എന്തോ ആ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തിനെ മുടിച്ചു പോന്നേ? മുടിച്ചു പോകുന്നത് ക്രിസ്തു വിശ്വാസത്തെ അല്ല. അതായത് ക്രിസ്തു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന കൃപയുടെ സുവിശേഷത്തിൽ വിശ്വസിച്ചവരുടെ വിശ്വാസത്തെ അല്ല മുടിച്ചത്. നമുക്ക് എല്ലാവർക്കും വ്യക്തമല്ലേ? നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന കൃപയുടെ സുവിശേഷം ഈ പൗലോസിലൂടെയാണ് ലോകത്തിലേക്ക് വന്നത്. അന്ന് വരെ അല്ലെങ്കിൽ പൗലോസിന് ഈ കൃപയുടെ സുവിശേഷം പരമേൽപ്പിക്കുന്നവരെ നമ്മുടെ വിശ്വാസം ലോകത്തിൽ ഉണ്ടായിട്ടേ ഇല്ല. നമ്മൾ വിശ്വസിക്കുന്ന കൃപയുടെ സുവിശേഷം, അതാ ഞാൻ താഴേക്ക് പറയുന്നത്. പൗലോസ് എന്തിനാ മുടിച്ചു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യഹൂദന്മാർ യേശുക്രിസ്തുവിനെ മശിഹ, യേശുക്രിസ്തുവിനെ രാജാവ്, യേശുക്രിസ്തുവാണ് അവരുടെ രാജാവ്, അല്ലെങ്കിൽ അവർ കാത്തിരുന്ന മശിഹ എന്നുള്ള കാര്യം വിശ്വസിച്ചു. അങ്ങനെ യേശുക്രിസ്തുവിന്റെ പക്ഷക്കാരായി യഹൂദന്മാരിൽ കുറെ പേര് വേർതിരിഞ്ഞു. നമ്മൾ കാത്തിരുന്ന മശിഹ ഇവൻ തന്നെ എന്നുള്ള കാര്യം വിശ്വസിക്കുകയും ആ യേശുവിന്റെ പക്ഷത്തേക്ക് ചേരുകയും ചെയ്തു. ആ വിശ്വാസത്തെയാണ്, അഥവാ യെരുശലേം സഭയിലെ ആ വിശ്വാസ സമൂഹത്തെയാണ് പൗലോസ് മുടിച്ചു പോകുന്നത്.
അതായത് പൗലോസ് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം വാങ്ങി അവരെ വീട് തോറും പട്ടണം തോറും ചെന്ന് പിടിച്ചു കെട്ടി തടവിലാക്കുകയും കല്ലെറിയാൻ പറ്റുന്നവരെ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്തത്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നത് പൗലോസിന്റെ നേതൃത്വത്തിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഈ സ്തെഫാനോസും അങ്ങനെയുള്ളായിരിക്കുന്ന പൗലോസും മുടിച്ചു പോകുന്ന ഈ വിശ്വാസത്തിന്റെ കീഴിലുള്ളവർ ആരാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ക്രിസ്തീയ ലോകം മുഴുവൻ പറയുന്ന ഒരു കാര്യം, അത് നമ്മളുടെ വിശ്വാസത്തെ ആയിരുന്നു ആദ്യം പൗലോസ് മുടിച്ചു പോകുന്നതെന്നാണ്. അല്ല കേട്ടോ, നമ്മുടെ വിശ്വാസത്തെ അല്ല പൗലോസ് മുടിച്ചു പോകുന്നത്. നമ്മുടെ വിശ്വാസം, അതായത് ഈ കൃപയുടെ സുവിശേഷം തന്നെ ലോകത്തിലേക്ക് വന്നത് പൗലോസിനെ വിളിച്ച് വേർതിരിച്ചതിന് ശേഷമാണ്. അതുവരെ ഈ കൃപയുടെ സുവിശേഷം എന്താണെന്ന് 12 അപ്പോസ്തലന്മാർക്ക് പോലും അറിയില്ല. അതാണ് ഇനി താഴേക്ക് പറയാൻ പോകുന്നത്. പൗലോസ് മുടിച്ചു പോകുന്നത് യഹൂദ വിശ്വാസത്തെയാണ്. യഹൂദന്മാർ വിശ്വസിച്ച മശീഹ ആയിരിക്കുന്ന ക്രിസ്തു വിശ്വാസത്തെയാണ് പൗലോസ് മുടിച്ചു പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോ ഗലാത്യർ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ഗലാത്യർ 2. അവിടെ നമ്മൾ വായിക്കുന്നത്, 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. ഇവിടെ 14 ആണ്ട് എന്ന് പറഞ്ഞാല് എവിടുന്ന് തൊട്ടാന്നറിയാവോ? ആദ്യം പറഞ്ഞ 1:18 പറഞ്ഞായിരിക്കുന്ന 3 ആണ്ട് കഴിഞ്ഞിട്ട് 14 ആണ്ടും കൂടെ കഴിഞ്ഞപ്പോൾ. അപ്പോ 14 ആണ്ടിനോട് നമ്മൾ ഏതും കൂടെ ആഡ് ചെയ്യണമെന്ന് അറിയോ? 3 ആണ്ടും കൂടെ ആഡ് ചെയ്യണം. പൗലോസ് അപ്പോസ്തലൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം 17-ാമത്തെ വർഷം അല്ലെങ്കിൽ 17 വർഷം കഴിഞ്ഞിട്ട് എന്നാണ് ശരിക്കും അത് മനസ്സിലാക്കേണ്ടത്. അതാണ് ആദ്യത്തെ ഒരു 3 വർഷം പറഞ്ഞു. 3 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കേഫാവുമായി മുഖപരിചയം വാങ്ങേണ്ട യെരുശലേമിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട്, അതിനുശേഷം 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരുശലേമിലേക്ക് പോയി. എന്നിട്ട് എന്റെ 2-ാം വാക്യം പറയാണ്, ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ച് അത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ 14 ആണ്ട് കഴിഞ്ഞിട്ട് പൗലോസ് യെരുശലേമിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ, പൗലോസിന് ഒരു വെളിപ്പാട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്ത് വെളിപ്പാട് കിട്ടി? വെളിപ്പാട് കൊടുത്തത് ആരാ? പൗലോസിന് ആരാ വെളിപ്പാട് കൊടുത്തതെന്നും എന്ത് വെളിപ്പാടാ കിട്ടിയെന്നും വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലെങ്കിലും താഴെ താൻ ചെന്ന് യെരുശലേമിന്റെ സഭയിൽ ചെന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്ത് വെളിപ്പാടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണേ, പൗലോസ് അപ്പോസ്തലന് വെളിപ്പാട് കിട്ടിയത് സ്വയമുള്ള വെളിപ്പാടൊന്നും അല്ല. ഇന്നത്തെ സ്വപ്നക്കാരും പ്രവാചകന്മാരും പറയുന്ന പോലത്തെ വെളിപ്പാടൊന്നുമല്ല. പൗലോസ് അപ്പോസ്തലന് പൈശാചിക ശക്തികളാലുള്ള വെളിപ്പാടുമല്ല കിട്ടുക. പൗലോസിനെ പോലെ ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യന് വെളിപ്പാട് കിട്ടണമെങ്കിൽ എവിടുന്നേ കിട്ടുള്ളൂ? നമുക്കറിഞ്ഞൂടെ? അത് കിട്ടാൻ ഒരേ ഒരു സ്ഥലമേ ഉള്ളത്, കർത്താവായി യേശു ക്രിസ്തുവിൽ നിന്ന് കിട്ടിയ വെളിപ്പാടാ. അപ്പൊ പൗലോസ് പറയുന്നത്, ഞാൻ ഒരു വെളിപ്പാടനുസരിച്ച് അത്രേ പോയത്. എന്ത് വെളിപ്പാടനുസരിച്ച്? ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ അധ്വാനിക്കുന്ന അധ്വാനം, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ, ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം, ഞാൻ ഘോഷിക്കുന്ന സുവിശേഷം, അത് പ്രയോജനമില്ലാത്തതായി തീരാതിരിക്കേണ്ടതിന്, അത് വെറുതെയായി പോകാതിരിക്കേണ്ടതിന് ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ജാതികളുടെ ഇടയിൽ ഞാൻ പറയുന്ന സുവിശേഷം എന്താണ് എന്ന് 12 അപ്പോസ്തലന്മാരെയും യെരുശലേമിലെ സഭയിലെ പ്രമാണിമാരെയും, അതായത് രാജ്യത്തിന്റെ സുവിശേഷം വിശ്വസിക്കുന്ന യെരുശലേമിലെ സഭ, യേശു ക്രിസ്തുവിനെ മശീഹയായി മാത്രം കാണുന്ന എന്നാൽ ന്യായപ്രമാണം ഫോളോ ചെയ്യുന്ന യെരുശലേമിലെ സഭ, ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നവരാണ് അവരെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്റെ പ്രിയമുള്ളവരെ, അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തില് അവർ AD 58 കാലഘട്ടമായപ്പോഴും യെരുശലേമിന്റെ സഭ എന്താണ് ഫോളോ ചെയ്യുന്ന അറിയാവോ? ന്യായപ്രമാണമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ അവസാനത്തെ മിഷണറി യാത്രയും കഴിഞ്ഞ് യെരുശലേമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ, യെരുശലേമിലുള്ളായിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ പറയാണ്, പൗലോസെ, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, എന്നാൽ ഞങ്ങളുടെ ഇടയിൽ വിശ്വസിക്കുന്നവരായിരിക്കുന്നവർ എത്ര ആയിരമുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഏതാ? യെരുശലേമിലെ സഭയിൽ വിശ്വസിക്കുന്നവരായിരിക്കുന്നവർ എത്ര ആയിരമുണ്ടെന്ന് നമുക്കറിയാമല്ലോ. അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു.
അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു. ഇത് തുടക്കകാലത്തെ സംഭവമല്ല കേട്ടോ, AD 58 സംഭവമാണ്. ഓർക്കണം, AD 58 കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം എന്ന് ഓർക്കണം. യെരുശലേമിലെ സഭ എന്താ ഫോളോ ചെയ്യുന്നത്? ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നത്. അത് മാത്രമല്ല, അവിടെ പറയാണ്, ഇവിടെ വിശ്വസിക്കുന്നവരായിരിക്കുന്നവർ എത്ര ആയിരമുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. അവരെല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു. നീയോ നമ്മുടെ മര്യാദ പ്രകാരം നമ്മുടെ മക്കളെ പരിച്ഛേദന കഴിപ്പിക്കരുത് എന്ന് നീ ജാതികളുടെ ഇടയിൽ പറയുന്നു എന്ന് യെരുശലേമിലുള്ളവർ കേട്ടിരിക്കൊണ്ട് എന്താവുന്നു വേണ്ടതെന്ന് ചോദിക്കുന്നത്. എന്താണ്? അവിടെയുള്ളവർ, യെരുശലേമിന്റെ സഭയിലുള്ളവർ ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നു, മക്കളെ പരിച്ഛേദന കഴിക്കുന്നു, അങ്ങനെയുള്ളവരാണ്. അപ്പോൾ പൗലോസ് ഇവിടെ പറഞ്ഞത്, ഞാൻ ഈ ഒന്നാമത്തെ ഞാൻ പറഞ്ഞാൽ ഒന്നാം എന്താണ് കൗൺസിലിംഗ് ആണ്. യെരുശലേമിലെ ഒന്നാം കൗൺസിലിങ്ങിനായിട്ട് ആദ്യത്തെ പോക്ക് ഒരു കൗൺസിലിംഗ് യാത്രയല്ല, അത് പത്രോസുമായിട്ട് മുഖപരിചയമാകാൻ വേണ്ടി പോയതാ മൂവാണ്ട് കഴിഞ്ഞപ്പോൾ. ഈ രണ്ടാമത്തെ പോക്ക് യെരുശലേമിലെ ആദ്യത്തെ കൗൺസിലിംഗ് നടക്കുകയാണ്. പൗലോസ് എല്ലാവരെയും കൂട്ടി വിളിച്ച് ഒരു കൗൺസിലിംഗ് നടത്തുന്നതാണ്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അപ്പൊ ഇവിടെ പറയാണ്, ആ 14 ആണ്ട്, അതായത് പൗലോസ് മാനസാന്തരപ്പെട്ടതിന് ശേഷം 17 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പോയത് ഈ വെളിപ്പാട് അനുസരിച്ചിട്ടാണ്. എന്താ ആ വെളിപ്പാട് എന്ന് ചോദിച്ചാൽ വ്യക്തമാണ്. എന്താ വെളിപ്പാട്? ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷം ഇന്നതെന്ന് പ്രമാണിമാരെ ഗ്രഹിപ്പിക്കാനാണ് പോയതെന്ന്. അപ്പൊ കർത്താവ് കൊടുത്ത വെളിപ്പാട് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമാണ്. പൗലോസെ, നീ യെരുശലേമിൽ ചെന്നിട്ട് ഈ പ്രമാണിമാർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 12 അപ്പോസ്തലന്മാരും യെരുശലേം സഭയിലെ മൂപ്പന്മാരെയും ഒക്കെയാണ് ഈ പ്രമാണികൾ എന്ന് പറയുന്നത്. അപ്പൊ പൗലോസിനോട് കർത്താവ് ഒരു വെളിപ്പാട് കൊടുത്തു. എന്താ വെളിപ്പാടെന്ന് അറിയാമോ? പൗലോസെ, നീ യെരുശലേമിൽ ചെന്നിട്ട് യെരുശലേമിലുള്ളായിരിക്കുന്ന അപ്പോസ്തലന്മാരോടും പ്രമാണിമാരോടും നീ ജാതികളുടെ ഇടയിൽ പറയുന്നതായിരിക്കുന്ന സുവിശേഷം എന്താണ് എന്ന് നീ അവരെ അറിയിക്ക്, നീ അവരോട് പോയി പറയാൻ പറഞ്ഞു. അതിനു വേണ്ടിയിട്ടാണ് പൗലോസ് യെരുശലേമിലേക്ക് പോയതും ഒന്നാം യെരുശലേം കൗൺസിൽ ചേരുന്നതും എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് പറ്റും. ഈ സംഭവം നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അവിടേക്കൊന്ന് കൊണ്ടുപോട്ടെ. ഈ സംഭവം നമ്മൾ വായിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 15-ാം അധ്യായത്തിലാണ്. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 26 മുതലുള്ള വാക്യം ഞാനൊന്ന് വേഗത്തിൽ വായിക്കാം, അപ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാകുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിന്റെ 26 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. ഈ പോക്കാണ് കേട്ടോ 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ച് യെരുശലേമിലേക്ക് പോയി എന്ന് പറയുന്ന ആ സന്ദർഭമാണ് ഈ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അത് എന്തിനു പോയി എന്നും അവിടെ എന്ത് സംഭവിച്ചു എന്നും മനസ്സിലാക്കിയാലേ ഗലാത്യ ലേഖനത്തിന്റെ പഠനം പൂർത്തിയാകുള്ളൂ. അല്ലാതെ ഗലാത്യ ലേഖനം പഠിച്ചാൽ അത് മനസ്സിലാകുകയില്ല. അപ്പൊ ഞാനിത് വായിക്കാം. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ പരമേൽപ്പിച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ. അവരെന്ന് പറഞ്ഞാൽ പൗലോസിനെയും ബർന്നബാസിനെയും സുവിശേഷ വേലയ്ക്ക് അയച്ചത് അന്ത്യോക്യയിൽ നിന്നായിരുന്നല്ലോ. ആ അന്ത്യോക്യയിലേക്ക് പോയി എന്ന്. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരോട് കൂടെ കുറെ കാലം അവിടെ പാർത്തു. എവിടെ പാർത്തു? ആരോട് പറഞ്ഞു എന്നാ? അന്ത്യോക്യയിലെ സഭയിൽ നിന്നാണല്ലോ പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിച്ച് ഒന്നാം മിഷണറി യാത്ര. ഈ ഒന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് തിരിച്ച് അന്ത്യോക്യയിൽ വന്ന സന്ദർഭമാണ് നമ്മളിവിടെ വായിച്ചത്. ഈ 26, 27, 28 വാക്യങ്ങളുണ്ട് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം. അവിടെ നമ്മൾ വായിച്ചത് ഒന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന സന്ദർഭമാണ്. എന്നിട്ട് അവിടെ അന്ത്യോക്യയിലെ സഭയിൽ കുറെ നാൾ പാർത്തു. അവിടെ തങ്ങൾ പോയി പ്രവർത്തിച്ചറിയുന്ന കാര്യങ്ങളെല്ലാം അന്ത്യോക്യ സഭയിൽ സാക്ഷ്യം പറഞ്ഞ് അവിടെ കുറെ നാൾ പാർത്തു. ഈ പാർത്ത സമയത്ത് എന്തുണ്ടായി? അന്ത്യോക്യയിലെ സഭയിൽ എന്തുണ്ടായി? അത് മനസ്സിലാക്കാനാണ് ഇനി അത് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒന്നാം കൗൺസിൽ, യെരുശലേം കൗൺസിലിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് പറ്റുക. 15-ാം അധ്യായത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. 15-ാം അധ്യായം. യഹൂദയിൽ നിന്ന് ചിലർ വന്നു. എവിടെ വന്നു? അന്ത്യോക്യയിലെ സഭയിൽ വന്നു. ഇപ്പോ ഈ യഹൂദയിൽ നിന്ന് ചിലർ വന്നപ്പോൾ ആരവിടെ ഉണ്ട്? പൗലോസും ബർന്നബാസും ഒന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് അന്ത്യോക്യയിലെ സഭയിലുണ്ട്. ഈ അന്ത്യോക്യയിലെ സഭ രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഈ ക്ലാസിന്റെ 1-ാമത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് യെരുശലേമിലെ സഭയിൽ നിന്ന് ചെതറിപ്പോയതായിരിക്കുന്ന വിശ്വാസികൾ മുഖാന്തരമാണ് ഈ സിറിയയിലെ അന്ത്യോക്യയിൽ സഭ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ യെരുശലേമിലെ അപ്പോസ്തലന്മാർക്കും യെരുശലേമിലെ മൂപ്പന്മാർക്കും
അന്ത്യോക്യ സഭയുടെ മേൽ ഒരു അധികാരമുണ്ട്. അത് മനസ്സിലാക്കണം. അപ്പൊ അവിടെ നിന്നാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെയും ബർന്നബാസിനെയും ലോക സുവിശേഷീകരണത്തിനായി കൃപയുടെ സുവിശേഷ വരവേൽപ്പിച്ചുകൊണ്ട് യാത്ര അയക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് ഇവിടെ അന്ത്യോക്യയിലേക്ക് തിരിച്ചു വന്ന ബർന്നബാസും പൗലോസും അവിടെ ഇരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, അന്ത്യോക്യ സഭയിൽ വന്നു. നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ലേ എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. ഏത് അന്ത്യോക്യയിലെ സഭയിലുള്ളായിരിക്കുന്ന ഈ സഹോദരന്മാരെ ഇവർ ഉപദേശിച്ചായിരിക്കുന്ന കാര്യം എന്നറിയാവോ? നിങ്ങള് മോശ കൽപ്പിച്ചതായിരിക്കുന്ന ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിക്കില്ലെന്ന് യെരുശലേമിൽ നിന്ന്, യഹൂദിയിൽ നിന്ന് വന്നതായിരിക്കുന്ന ക്രിസ്തു വിശ്വാസികളായിരിക്കുന്ന വിശ്വാസികൾ അന്ത്യോക്യയിലെ സഭയിൽ വന്ന് ഇങ്ങനെ ഒരു വലിയ പ്രചരണം നടത്തി, വലിയൊരു പ്രശ്നം ഉണ്ടാക്കി. അതിൽ അന്ത്യോക്യയിലെ സഭയിലുള്ളവർക്ക് ആകെ കൺഫ്യൂഷനായി. അങ്ങനെ തന്നെയല്ലേ നമ്മുടെയും സഭയില് ആരെങ്കിലും വന്നാൽ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സത്യോപദേശത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മളും അറിയാതെങ്കിലും ചിന്തിച്ചു പോയില്ലേ, ഒരുപക്ഷെ ആ സഹോദരൻ പറഞ്ഞത് ശരിയായിരിക്കുമോ, അങ്ങനെ ആയിരിക്കുകയില്ലയോ, നമ്മൾ ഓർത്തു പോകല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ അന്ത്യോക്യയിലെ സഭയില് യഹൂദിയിൽ നിന്ന് വന്ന് പറഞ്ഞ വിശ്വാസികൾ വന്ന് പറഞ്ഞതിന്റെ പേരില് അന്ത്യോക്യ സഭയിലുള്ളവർ പരിച്ഛേദന ഏൽക്കണം എന്നുള്ളതായിരിക്കുന്ന ഒരു താല്പര്യത്തിലേക്ക് നീങ്ങി. അതാണ് അവിടെ വായിക്കുന്നത്. അങ്ങനെ പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷപ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. രണ്ടാം വാക്യം, പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്ക സംഗതികളെ പറ്റി യെരുശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണം എന്ന് നിശ്ചയിച്ചു. സഭ അവരെ യാത്ര അയച്ചിട്ട് അവർ ഫൊയ്നിക്കയിലും ശമരിയയിലും കൂടി കടന്ന് ജാതികളുടെ മാനസാന്തര വിവരം അറിയിച്ചു. സഹോദരന്മാർക്ക് മഹാസന്തോഷം വരുത്തി. അവർ യെരുശലേമിൽ എത്തിയാറെ സഭയും അപ്പോസ്തലന്മാരും മൂപ്പന്മാരും അവരെ കൈക്കൊണ്ടു. ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും അവർ അറിയിച്ചു. എന്നാൽ പരീശ പക്ഷത്ത് നിന്ന് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റ് അവരെ പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണം എന്ന് പറഞ്ഞു. അപ്പൊ കാര്യം മനസ്സിലായില്ലേ? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് 14 ആണ്ട് കഴിഞ്ഞിട്ട് എന്തിനാണ് യെരുശലേമിലേക്ക് പോയതെന്ന് ചോദിച്ചാല്, ഈ അന്ത്യോക്യ സഭയിൽ യെരുശലേമിൽ നിന്ന് വന്നതായിരിക്കുന്നവർ അന്ത്യോക്യയിലെ സഭയിലെ വിശ്വാസികൾ പരിച്ഛേദന ഏറ്റാലേ രക്ഷ പ്രാപിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പൗലോസും ബർന്നബാസും അവർക്ക് ശകലം പോലും വഴങ്ങി കൊടുത്തില്ലെന്ന് വായിക്കുന്നത്. ശകലം പോലും വഴങ്ങി കൊടുത്തില്ല. ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തില്ല എന്ന് ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. നോക്കിയേ, ഗലാത്യ ലേഖനത്തിൽ നമ്മളിപ്പോ വായിച്ചെടുത്ത് വായിക്കുന്നത്, അതോ അതിന്റെ 4-ാം വാക്യം എവിടേക്ക് ഞാൻ വരുന്നുണ്ട്, അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. നോക്കിയേ, അതായത് ഈ സഭകളില് പ്രശ്നമുണ്ടാക്കിയത് പൗലോസ് അപ്പോസ്തലന്റെ ഏത് സഭയിലും പ്രശ്നമുണ്ടാക്കിയവർ ആരാണ് എന്ന് ചോദിച്ചാല്, എന്റെ പ്രിയമുള്ളവരെ, നമ്മളാരും വിചാരിച്ചിരിക്കുന്ന പോലെ ഉള്ളായിരിക്കുന്ന ലോകത്തിലെ ഏതെങ്കിലുമൊക്കെ ഉപദേശകന്മാർ വന്ന് തെറ്റായ ഉപദേശം പഠിപ്പിച്ചതല്ല. അന്ന് വേറെ സഭകളില്ല ലോകത്തില്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ, അന്ന് വേറെ സഭകളില്ല. ഇന്നത്തെ മാതിരി 100,000 സഭകളുണ്ടോ, ഉപദേശകന്മാരുണ്ടോ? ആരുമില്ലല്ലോ. അപ്പോ ഈ ഗലാത്യ സഭയില് വേറൊരു സുവിശേഷം പ്രസംഗിച്ചവരും കൊരിന്ത് സഭയില് വേറൊരു യേശുവിനെയും വേറൊരു സുവിശേഷം പ്രസംഗിച്ചവരും ഒക്കെ ആരാണെന്ന് ചോദിച്ചാല് യെരുശലേമിലെ സഭയിൽ നിന്ന് വന്നവരാണ്. എന്ന് പറഞ്ഞാൽ 12 അപ്പോസ്തലന്മാരുടെ കീഴിലുള്ളവരായിരിക്കുന്നവർ വന്നാണ് പൗലോസ് അപ്പോസ്തലന്റെ സഭകളിൽ വന്ന് കലക്കമുണ്ടാക്കിയത്. കാരണം എന്താ? 12 അപ്പോസ്തലന്മാരുടെ സഭയിലുള്ളവർ എന്താ ഫോളോ ചെയ്യുന്നത്? അവര് ഫോളോ അപ്പ് ചെയ്യുന്നത്, അവര് പിൻപറ്റുന്നത് ന്യായപ്രമാണമാണ്. അതിനെ ഞാൻ ആദ്യം അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം നിങ്ങളോട് പറഞ്ഞത്. അവര് ന്യായപ്രമാണമാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ സാധാ യഹൂദന്മാരിൽ നിന്ന് യെരുശലേമിലെ സഭയ്ക്ക് എന്താണ് ഒരു വ്യത്യാസമുള്ളതെന്നറിയാമോ? ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസം, സാധാ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല. യെരുശലേമിലെ സഭയോ നമ്മുടെ മശിഹ അവൻ തന്നെയാണ്, അവനെയാണ് യഹൂദന്മാർ ക്രൂശിച്ചു കൊന്നത്.
നമ്മൾ കാലാകാലങ്ങളായി കാത്തിരുന്ന മശിക, നമ്മുടെ നമ്മുടെ രാജാവ്, നമുക്കൊരു രാജാവിനെ അയച്ചു തരുമെന്ന് പഴയ നിയമ പ്രവാചകന്മാരെല്ലാം പറഞ്ഞ രാജാവ് അവൻ തന്നെയാണ്. അവനാണ് വരാനിരുന്ന ക്രിസ്തു. ആ ക്രിസ്തു വന്നു. ആ ക്രിസ്തുവാണ് നമ്മുടെ നമുക്ക് വേണ്ടി ഇരുന്നവൻ അവൻ തന്നെയാണ് യേശു ക്രിസ്തു എന്നുള്ള ഒരു കാര്യം മാത്രമേ പക്ക യഹൂദന്മാരിൽ നിന്ന്, അതായത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത യഹൂദന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യെരുശലേമിലുള്ളായിരിക്കുന്ന യഹൂദന്മാരുടെ സഭയ്ക്ക് ഒരു വ്യത്യാസമുള്ളൂ. കാര്യം മനസ്സിലായില്ലേ? ന്യായപ്രമാണം അവർ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു. പരിശോധനയോട് കൂടിയ ന്യായപ്രമാണം അവർ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നു. അവരുടെ വ്യത്യാസം യേശു ആണ് മശിക എന്നുള്ളത്. ഇതാണ് മറ്റേ യഹൂദന്മാര്, ഇത് ന്യായശാസ്ത്രിമാരും പരീശന്മാരും മതപുരോഹിതന്മാരും അടങ്ങുന്ന യഹൂദന്മാര് അംഗീകരിക്കാത്തത് ഈ ഒരു കാര്യമാണ്. യേശു മശികയാണെന്ന് അവർ അംഗീകരിക്കുകയില്ല. എന്നാൽ യെരുശലേമിലെ സഭയിലുള്ളായിരിക്കുന്ന 12 അപ്പോസ്തലന്മാരുടെ കീഴിലുള്ളവരായിരിക്കുന്നവര് യേശു മശികയാണെന്ന് അംഗീകരിക്കുന്നു. എന്നാൽ ഒപ്പം തന്നെ അവര് ന്യായപ്രമാണം ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾക്കറിയാമല്ലോ, ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ മാത്രമല്ലേ പത്രോസിനും അതുപോലെ തന്നെ സ്തെഫാനോസിനും യാക്കോബ് അപ്പോസ്തലനും പത്രോസിന്റെ കൂടെയുള്ള ശിഷ്യന്മാർക്കും ഒക്കെ കുറച്ച് ഉപദ്രവം യെരുശലേമിൽ നേരിടേണ്ടി വന്നുള്ളൂ? ആണ് അല്ലേ? അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ മാത്രമേ, അതായത് ചുരുക്കി പറഞ്ഞ 2 3 വർഷങ്ങൾ മാത്രമേ 12 അപ്പോസ്തലന്മാർക്ക് യഹൂദന്മാരിൽ നിന്ന് പീഡ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ. അതിനുശേഷം അവരെ ആരും പീഡിപ്പിച്ചില്ല. സ്തെഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായി അപ്പോസ്തലന്മാർ ഒഴികെയുള്ളവരെ യെരുശലേമിൽ നിന്ന് ചിതറിപ്പോയി. അപ്പോഴും 12 അപ്പോസ്തലന്മാർ യെരുശലേമിലെ സഭയിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഏകദേശം AD 58 വരെ 12 അപ്പോസ്തലന്മാരും യെരുശലേമിൽ തന്നെ നിൽക്കുകയായിരുന്നു. തുടക്കകാലത്തുള്ളായിരിക്കുന്ന ആ എതിർപ്പും പീഡയും പ്രശ്നങ്ങളും, തുടക്കകാലത്ത് കുറച്ച് എതിർപ്പുണ്ടായി. പത്രോസിനെ 1-2 വട്ടം പിടിച്ചു, പിന്നെ ചാട്ടവാർ കൊണ്ട് അടുപ്പിച്ചു, തടവിലാക്കി. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു, യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ഇതൊക്കെ ശരി. അതാ ആദ്യത്തെ 2-3 വർഷമേ സംഭവിച്ചുള്ളൂ. അതിനുശേഷം ഈ പറയുന്നതായിരിക്കുന്ന 12 അപ്പോസ്തലന്മാർക്ക് വേറെ പിന്നീട് ഒരു പ്രശ്നം യെരുശലേമിൽ ഉണ്ടായില്ല. അവർ യെരുശലേമിൽ തന്നെ പാർത്തുകൊണ്ട് അവരെ കർത്താവ് വരവേൽപ്പിച്ചായിരിക്കുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. എന്താ പിന്നെ അവർക്ക് ഉപദ്രവം നേരിടാതിരുന്നത്? എന്ത് കാരണം കൊണ്ടാ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യഹൂദന്മാര് പിന്നീട്, അതായത് പക്ക യഹൂദന്മാര് എന്ന് പറഞ്ഞാൽ യേശുവിനെ വിശ്വസിക്കാത്ത യഹൂദന്മാര് പിന്നീട് എന്ത് പറയുന്നു അറിയാമോ? അവരെ കൊണ്ട് വലിയ കുഴപ്പമില്ല. കാരണം ഒരു യേശു ക്രിസ്തുവിനെ മശിഹയായിട്ട് അംഗീകരിക്കുന്നു എന്നുള്ളതല്ലാതെ അവര് നമ്മളെ പോലെ എല്ലാ 9-ാം മണി നേരത്തും 3-ാം മണി നേരത്തും എല്ലാം ദേവാലയത്തിൽ പോകുന്നു, യാഗങ്ങൾ അർപ്പിക്കുന്നതിന് പങ്കാളികളാകുന്നു, പരിശോധന കേൾക്കുന്നു, ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ ഇനി അവരെ ഉപദ്രവിച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ച് അവരെ പിന്നെ ഉപദ്രവിക്കൽ നിർത്തി. യെരുശലേമിലെ സഭയ്ക്ക് പിന്നെ വലിയ പീഡയൊന്നും നേരിട്ടില്ല. എന്നാൽ നിങ്ങൾ നേരെ മറിച്ച് മറ്റൊരു കാര്യം ചിന്തിച്ചു നോക്കിയേ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പോകുന്നിടത്തെല്ലാം എത്ര വർഷം കഴിഞ്ഞിട്ടും ഓടി നടന്ന യഹൂദന്മാരാണ് വേട്ടപ്പട്ടിയെ ആക്രമിക്കുന്നത് പോലെ പൗലോസിനെ ആക്രമിച്ചത്. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി ഒന്ന് വായിച്ചു നോക്കിയേ. ആ 13, 14 തൊട്ടുള്ള അധ്യായങ്ങൾ അപ്പോസ്തലപ്രവൃത്തിയിൽ വായിച്ചു നോക്കിയേ. പൗലോസ് ചെല്ലുന്നിടത്തെല്ലാം ജാതികളെ ഇളക്കും, സ്ത്രീകളെ ഇളക്കും. അങ്ങനെ ഇളക്കി പൗലോസിനെതിരെ കലഹമുണ്ടാക്കി, പൗലോസിനെ കല്ലെറിയുക, ഓടിക്കുക, ബഹളമുണ്ടാക്കുക, ചെല്ലുന്നിടത്തെല്ലാം തടവിലാക്കുക. ഇങ്ങനെ പൗലോസ് ഒരുപാട് കഷ്ടങ്ങൾ മരിക്കുന്നവരെ സഹിച്ചു, ഇല്ലേ? അതെന്താ? യെരുശലേമിലെ 12 അപ്പോസ്തലന്മാർക്ക് ദ്രോഹമില്ല, അല്ലെങ്കിൽ അവർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പൗലോസിനെതിരെ എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്താ കാരണം എന്നറിയാമോ? ആ കാരണം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു കാരണമുള്ളൂ. പൗലോസ് ചെല്ലുന്നിടത്തെല്ലാം ഒന്നാ പ്രസംഗിച്ചത് യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലൂടെയുള്ളായിരിക്കുന്ന വിശ്വാസത്തിലല്ലാതെ, യാഗമനതുള്ള വിശ്വാസത്തിലല്ലാതെ ഒരു പാപി നീതിയിരിക്കപ്പെടുന്നില്ല. ഒരു പ്രവൃത്തിയാലും ആരും നീതിയിരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരിക്കുന്നവരൊക്കെ ശാപത്തിന്റെ കീഴിലാണ്. ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതിയിരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണം ആചരിക്കുന്നവരെല്ലാം ദൈവത്തോട്, ക്രിസ്തുവിനോട് വേറുവിട്ടുപോയി. ഈ ഉപദേശം പറഞ്ഞാൽ പിന്നെ യഹൂദന്മാർക്ക് സഹിക്കുവോ? പൗലോസ് പറയുന്ന ഉപദേശം എന്താ? ന്യായപ്രമാണത്തിന് പക്ക എതിരാ. 12 അപ്പോസ്തലന്മാർ യെരുശലേമിൽ എന്തുകൊണ്ടാണ് ഈ എതിർപ്പ് സഹിക്കാഞ്ഞത്, പിൻകാലങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അവര് ന്യായപ്രമാണത്തോട് ബന്ധപ്പെടുത്തി, ന്യായപ്രമാണത്തോട് ചേർന്ന് നിന്നവരാണ്. അതുകൊണ്ട് യഹൂദന്മാർ അവരെ ഉപദ്രവിക്കുന്നത് നിർത്തി. പൗലോസ് ചെല്ലുന്നിടത്തെല്ലാം പൗലോസിനെ വേട്ടപ്പെട്ടി പോലെ ആക്രമിക്കുന്നതിന്റെ കാരണം
പൗലോസ് ന്യായപ്രമാണം കൊണ്ട് ഒരു ജഡവും നീതിയിരിക്കപ്പെടുകയില്ലെന്ന് പ്രസംഗിച്ചു. ഇതാ കാരണം. അല്ലെങ്കിൽ ഒരു യേശുക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുകയായിരുന്നെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടായില്ലായിരുന്നു പൗലോസിന്. അപ്പൊ ഇതായിരുന്നു കാരണം എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ വായിച്ച ഈ വേദഭാഗത്തിലേക്ക് വരാം. നമ്മളിവിടെ വായിച്ച എന്താന്ന് വെച്ചാല്, ഇങ്ങനെ അന്ത്യോക്യയിലെ സഭയിലും വന്ന് ഈ യെരുശലേമിലെ വിശ്വാസികൾ, അതായത് ക്രിസ്തു വിശ്വാസികൾ, മറ്റാരുമല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് ഇന്നത്തെ മാതിരി 100,000 സഭകളില്ല. യെരുശലേമിലെ ക്രിസ്തു വിശ്വാസികൾ വന്നിട്ട് അന്ത്യോക്യയിലെ സഭയിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി നിങ്ങൾ പരിശോധന ഏൽക്കണം എന്ന് പറഞ്ഞു. പൗലോസും ബർന്നബാസും അവരോട് അല്പമല്ലാത്ത വാദം ഉണ്ടായി, തർക്കിച്ച് വാദിച്ചു. അവസാനം പൗലോസിന് കർത്താവ് തന്നെ വെളിപ്പാട് കൊടുത്തു. പോയി യെരുശലേമിൽ ചെന്ന് അപ്പോസ്തലന്മാരോട് പറ, നീ പറയുന്ന സുവിശേഷം വേറെയാണെന്നുള്ള അറിയിക്കാൻ പറഞ്ഞ് വെളിപ്പാട് കൊടുത്തു കാണും. അതുകൊണ്ടാണ് ഞാനൊരു വെളിപ്പാട് അനുസരിച്ചത്രേ പോയത് എന്ന് പൗലോസ് പറയുന്നത്. ആ യാത്രയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഗലാത്യ സഭയിൽ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയത് അവരാ, യെരുശലേമിലെ സഭയിലെ ക്രിസ്തു വിശ്വാസികൾ. പിന്നെ കൊരിന്ത്യ സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയത് അവരാ. അവര് പ്രസംഗിച്ചായിരിക്കുന്ന സുവിശേഷം എന്താ? ന്യായപ്രമാണം കൂടെ ഈ ക്രിസ്തു വിശ്വാസത്തോട് കൂടെ ആഡ് ചെയ്യണം. ന്യായപ്രമാണം കൂടെ നിങ്ങൾ ചെയ്തെങ്കിലേ രക്ഷയുള്ളൂ. അത് പ്രസംഗിച്ചാൽ പൗലോസ് പറഞ്ഞ, ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി ഒരുത്തൻ പ്രസംഗിച്ചാൽ ശപിക്കപ്പെട്ടവൻ, അവനാരാണെങ്കിലും ശിക്ഷാവിധി ചുമക്കുമെന്ന് പറഞ്ഞത്. അത് പ്രസംഗിച്ചവരെ കുറിച്ചാണ് കൊരിന്ത്യ സഭയിലെ 2 കൊരിന്ത്യർ ലേഖനം 11 അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. അത് മറ്റൊരു യേശു ആണെന്ന് പറയുന്നത്. അതെന്താ, യേശു രണ്ടുണ്ടോ? ഇല്ലല്ലോ, യേശു ഒന്നല്ലേ ഉള്ളൂ. പിന്നെന്താ പൗലോസ് ഇങ്ങനെ പറയുന്നത്? യെരുശലേമിലെ സഭയിൽ പ്രസംഗിക്കപ്പെടുന്ന യേശു മറ്റൊരു യേശു എന്ന് പറയാൻ കാരണം എന്താ? അത് ന്യായപ്രമാണത്തോട് കൂടിയ വിശ്വാസം, ന്യായപ്രമാണത്തോട് കൂടിയ വിശ്വാസം, യേശുവിനെ മശിയായിട്ട് അംഗീകരിക്കേണ്ടതായിരിക്കുന്ന വിശ്വാസം, അത് മതിയായിരുന്നു യഹൂദന്മാർക്ക്. യഹൂദന്മാർക്ക് അത് മാത്രം മതി. അത് തെറ്റല്ലെന്നേ. അവര് ചെയ്തത് തെറ്റല്ല. യെരുശലേമിലെ സഭ ചെയ്തത് തെറ്റേ അല്ല. അത് കർത്താവ് അവർക്ക് കൊടുത്ത നിയോഗം അത്രയേ ഉള്ളൂ. ദൈവരാജ്യം പ്രസംഗിക്കുക, യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാ അവര് ചെയ്യേണ്ടത്. അത് യഹൂദന്മാരുടെ സഭയത്, അല്ലാതെ ജാതികളുടെ സഭയല്ല അത്. അവിടെ അവരത് ചെയ്താൽ മതി. അത് പ്രോഗ്രാം വേറെയാണ്, ഇത് പ്രോഗ്രാം വേറെയാണ്. അപ്പൊ ഇതിലേക്ക് കൊണ്ടുവന്ന ന്യായപ്രമാണത്തിന്റെ യേശു ക്രിസ്തുവിനെ കൂട്ടിക്കുഴയ്ക്കാൻ വന്നപ്പോഴാണ് പറഞ്ഞത് അത് വേറൊരു യേശു എന്ന് പൗലോസ് പറഞ്ഞത്. ഇതൊക്കെ ഞാൻ ഒന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മളിവിടെ വായിച്ചത് എന്താന്ന് വെച്ചാല്, ഈ അന്ത്യോക്യയിലെ സഭയിലേക്ക് ഒന്നാം കൗൺസിലിങ്ങിനായിട്ട് പോകാനായുണ്ടായ കാരണം എന്താന്ന് വെച്ചാല്, യെരുശലേമിലെ സഭയിലേക്ക് ഒന്നാം കൗൺസിലിങ്ങിനായിട്ട് പോകാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാല്, അന്ത്യോക്യയിലെ സഭയിൽ വന്ന് ഈ യെരുശലേമിലെ വിശ്വാസികൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ അവർ യെരുശലേമിൽ ചെന്ന് മൂപ്പന്മാരെയും അപ്പോസ്തലന്മാരെയും വിശ്വാസികളെയും എല്ലാം വിളിച്ചുകൂട്ടി അവര് ഈ കാര്യങ്ങള് ജാതികളുടെ ഇടയിൽ പൗലോസ് പറയുന്നതായിരിക്കുന്ന സുവിശേഷം എന്താണെന്ന് അവരെ പറഞ്ഞു കേൾപ്പിച്ചപ്പോഴും എന്തുണ്ടായെന്നറിയാമോ? അവിടുത്തെ പരീക്ഷപക്ഷത്തിലുള്ള വിശ്വാസികൾ, അതുകൊണ്ടില്ല 5-ാം വാക്യം, അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ്. എന്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങളല്ലേ? അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ്. എന്നാൽ പരീക്ഷപക്ഷത്തിൽ നിന്ന് വിശ്വസിച്ചവർ, എന്ത് വിശ്വസിച്ചവർ? യേശു മശിയാണെന്ന് വിശ്വസിച്ചവർ, 12 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് വിശ്വസിച്ചവർ ചിലർ എഴുന്നേറ്റു അവരെ പരിച്ഛേദന കഴിക്കണം. ആരെ പരിച്ഛേദന കഴിക്കണം? നിങ്ങൾ പോയി ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷം കേട്ടിട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന പിന്നെ ജാതികളായിരിക്കുന്നവരെ മുഴുവൻ പരിച്ഛേദന കഴിക്കണമെന്ന് ആര് പറഞ്ഞു? പരിച്ഛേദന കഴിപ്പിക്കുകയും മോശയുടെ ന്യായപ്രമാണം ആചരിപ്പാൻ കൽപ്പിക്കുകയും വേണമെന്ന് പരീക്ഷപക്ഷത്തിലുള്ളവർ പറഞ്ഞു എന്നാണ് അവിടെ വായിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് യെരുശലേമിൽ പോയത്. ഇതാണ് യെരുശലേമിലെ ഒന്നാമത്തെ കൗൺസിൽ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ആ 15-ാം അധ്യായത്തിന്റെ കുറെ വാക്യങ്ങൾ വായിക്കണം എന്നൊക്കെ എനിക്കുണ്ടെങ്കിലും അത്രയ്ക്കും പോകണ്ട. കാരണം ഗലാത്യ ലേഖനമാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തി അല്ലല്ലോ പഠിക്കുന്നത്. ഇതൊക്കെ തോമസ് സാറ് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലപ്രവൃത്തി ഈ 15-ാം അധ്യായമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്കതറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ അധികം പറയുന്നില്ല. അപ്പൊ അങ്ങനെ അപ്പോസ്തലന്മാരുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. എന്തിനാ പോയെന്ന് വെച്ചാൽ ഈ കാര്യം പറയാനാ. ഇനി ഞങ്ങൾ പറയുന്നതായിരിക്കുന്ന സഭകളിൽ വന്ന് നിങ്ങളുടെ ആൾക്കാർ വന്ന് പ്രശ്നമുണ്ടാക്കരുത്. ഞങ്ങൾ പറയുന്നതായിരിക്കുന്ന സുവിശേഷത്തിനെതിരെ പറയാനായിട്ട് നിങ്ങളുടെ സഭയിൽ നിന്ന് ആരും വരരുത്, പ്രശ്നമുണ്ടാക്കരുത്, എവിടെയും പ്രശ്നം ഉണ്ടാക്കരുത്. അന്ത്യോക്യയിലെ സഭയിലായാലും ശരി, ഗലാത്യയിലെ സഭയിലായാലും ശരി, പിന്നെ കൊരിന്ത്യ സഭയിലായാലും ശരി, മറ്റെവിടെയാണേലും നിങ്ങളുടെ ആൾക്കാർ വന്ന് പ്രശ്നമുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അവരെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നാം യെരുശലേം കൗൺസിൽ ചേർന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ
ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് എഴുന്നേറ്റ് എന്ന് പറയുകയാണ്. പത്രോസും യാക്കോബും അവരാണല്ലോ അവിടുത്തെ തൂണുകൾ, യെരൂശലേം സഭയിലെ തൂണുകൾ അവരാണ്. അവരെഴുന്നേറ്റ് എന്ന് പറയാണ് ഒരു ലേഖനം, ഒരു ലെറ്റർ എഴുതുകയാണ്. ലെറ്റർ എഴുതിയിട്ട് ഞാനത് ചുരുക്കമായിട്ട് പറയട്ടെ. അവിടെ വെച്ച് ഒരു ലെറ്റർ എഴുതുകയാണ്. ഈ ലെറ്റർ കൊണ്ടുപോയി ജാതികളുടെ എല്ലാ സഭയിലും കൊടുക്കാൻ പറയുകയാണ്. എന്താ ലെറ്ററിൽ എഴുതിയേക്കുന്നതെന്ന് അറിയാമോ? അതായത് ഇനിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതെ വണ്ണം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന വിധത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്റർ ഞാനൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 24 മുതലുള്ള വാക്യം. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? അതിന്റെ 23 മുതൽ. അവരുടെ കൈവശം എഴുതി അയച്ചത് എന്തെന്നാൽ, അപ്പോസ്തലന്മാരും മൂപ്പന്മാരായ സഹോദരന്മാരും അന്ത്യോക്യയിലും സുറിയയിലും കിലിക്കിയയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം. ആർക്ക് വന്ദനം? ജാതികളുടെ സഭയ്ക്ക് എഴുതുകയാണ്. യെരൂശലേമിലെ കൗൺസിലിന്റെ അവസാനത്തെ തീരുമാനം ഇതാണ്, വന്ദനം. എന്നിട്ട് പറയാണ്, ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായോ? ഈ പറയുന്നതായിരിക്കുന്ന അന്ത്യോക്യ സഭയിലും ഗലാത്യ സഭയിലും ഈ കൊരിന്ത്യ സഭയിലും പ്രശ്നമുണ്ടാക്കിയവർ ആരാ? മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചത് ആരാ? മറ്റൊരു സുവിശേഷം പ്രസംഗിച്ച ആരാന്ന് മനസ്സിലായില്ലേ? പത്രോസ് തന്നെ സാക്ഷ്യം പറയാണ്, ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു, നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർന്നബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണമെന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. ആകയാൽ ഞങ്ങൾ യൂദയെയും ശീലാസിനെയും അയച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 2 സാക്ഷികളെ കൂടി അയക്കുക. ലെറ്റർ മാത്രമല്ല, കൂടെ 2 യെരൂശലേമിൽ സഭയിലുള്ളായിരിക്കുന്ന 2 സാക്ഷികളെ കൂടി അയക്കുക. ഇങ്ങനെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ കണക്ക് കൂട്ടണ്ട, നിങ്ങൾ അതൊരു വിഷയമായിട്ട് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ എഴുതി അയക്കുകയാണ്. അതിനുവേണ്ടി 2 സാക്ഷികളെയും കൂടി അയക്കുകയാണ്. ആകയാൽ ഞങ്ങൾ യൂദയെയും ശീലാസിനെയും അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയായും, ഞങ്ങൾ അയക്കുന്ന ഈ സാക്ഷികൾ വാമൊഴിയായും ഇത് തന്നെ അറിയിക്കും. എന്നിട്ട് ഒരു നിബന്ധന മാത്രം വെക്കുക, ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവാകാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. കാരണം അവര് ന്യായപ്രമാണം ഫോളോ ചെയ്യുന്നവരാ യെരൂശലേമിന്റെ സഭ. എന്നിട്ട് ജാതികളുടെ സഭയ്ക്ക് ഒരു നിബന്ധന വയ്ക്കുക. എന്താ നിബന്ധന അറിയാവോ? പിന്നെ വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടി ചത്തത്, പരസംഗം എന്നിവ വർജിച്ചിരിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന് ശുഭമായിരിപ്പിൻ. അങ്ങനെ ഈ ലെറ്റർ കൊണ്ട് ജാതികളുടെ സഭയിൽ വായിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാല് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പോലും എന്താണെന്നറിയാമോ? ന്യായപ്രമാണമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടി ചത്തത്, പരസംഗം, ഇതെല്ലാം ന്യായപ്രമാണത്തിന്റെ ഉപദേശമാണ്. ഈ ഇത്രയെങ്കിലും ഒരു ഭാരം കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ ഒക്കുന്നതെന്ന് വിചാരിച്ചിട്ടായിരിക്കും അത്രയെങ്കിലും ഭാരം ഈ ജാതികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. പറ്റ ന്യായപ്രമാണം വേണ്ട എന്ന് പറയാൻ ഇവരെ തല്ലിക്കൊന്ന ബിരുദ പറയില്ല 12 അപ്പോസ്തലന്മാര്. പൗലോസ് പറഞ്ഞ മാതിരി ന്യായപ്രമാണത്തിൽ ഒരു ജഡവും നീതിയിരിക്കപ്പെടുകയില്ലെന്ന് പൗലോസ് പറഞ്ഞ മാതിരി ഇവര് പറയില്ല. ഇവർക്ക് അത് പറയാൻ പറ്റില്ല. കാരണം ഇവരുടെ ഉപദേശം ഇതാ. എന്നാലും പൗലോസിന്റെ ആശ്വാസമായിട്ടോ ഈ ലെറ്റർ വാങ്ങി പൗലോസ് തിരിച്ചു വന്നു. എന്താ കാരണം എന്നറിയാവോ? ഇനിയെങ്കിലും ചിലപ്പം ഞാനും ബർന്നബാസും ശീലാസും ഒക്കെ പോയി, ഞാനും ബർന്നബാസും തിമോത്തിയോസും ഒക്കെ പോയി പറയുന്നതായിരിക്കുന്ന സ്ഥലങ്ങളില് ഈ യഹൂദ സഭയിൽ നിന്ന്, യെരൂശലേം സഭയിൽ നിന്നുള്ളവരുടെ ശല്യം കുറഞ്ഞിരിക്കുമല്ലോ എന്ന് പൗലോസ് ആശ്വസിച്ചു. അങ്ങനെ 1-ാം യെരൂശലേം കൗൺസിൽ ചേരുകയും തിരിച്ചു പോരുകയും ചെയ്തു. ഈ 1-ാം യെരൂശലേം കൗൺസിലിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചതായിരിക്കുന്ന ഈ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വീണ്ടും ഈ ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരിക. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ എടുത്തവര് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരിക. അവിടെ വായിക്കുന്ന നോക്കിക്കേ, 14 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ബർന്നബാസുമായി തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് വീണ്ടും യെരൂശലേമിലേക്ക് പോയി. ഞാൻ ഒരു വെളിപ്പാട് അനുസരിച്ച് അത്രേ പോയത്. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട്, വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. ഇവിടെ നിന്ന് ഞാൻ ഒരു പോയിന്റ് മനസ്സിലാക്കാം. എന്താണെന്നറിയാമോ? നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കേ, ഈ 12 അപ്പോസ്തലന്മാർ പറയുന്നതായിരിക്കുന്ന സുവിശേഷവും പൗലോസ് പറയുന്നതായിരിക്കുന്ന സുവിശേഷവും ഒരേ സുവിശേഷമാണെങ്കിൽ
എന്തിനാ ജാതികളുടെ അടുത്ത് പറയുന്ന സുവിശേഷം ഇന്നതാണെന്ന് 12 അപ്പോസ്തലന്മാരെയും യെരുശലേമിലെ മൂപ്പന്മാരെയും ഗ്രഹിപ്പിക്കാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യം എന്താന്നേ? അവര് പറയുന്ന സുവിശേഷം ഇവര് പറയുന്ന സുവിശേഷം ഒന്നാണെങ്കിൽ ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലേക്ക് നിങ്ങൾ നോക്കിയേ, ഉള്ള ഏത് സഭകളിലേക്കും ക്രിസ്ത്യാനികൾ എന്ന പേരുള്ള ഏത് സഭ എടുത്താലും, വേർപെട്ട സഭകൾ എടുത്താലും ശരി, പട്ടത്വ സഭകൾ എടുത്താലും ശരി, അവർ പറയുന്നത് ബൈബിളിലാകെ ഒരു സുവിശേഷമേ ഉള്ളൂ. പത്രോസും 12 അപ്പോസ്തലന്മാരും പറഞ്ഞതും പൗലോസ് പറഞ്ഞതും എല്ലാം ഒരൊറ്റ സുവിശേഷമേ ഉള്ളൂ. ഇതല്ലേ ഇന്നത്തെ ക്രിസ്തീയ ലോകം മുഴുവൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അങ്ങനെ ആ ഒരൊറ്റ സുവിശേഷമേ ഉള്ളെങ്കിൽ പൗലോസോട് പറയാണ്, ഞാൻ ജാതികളുടെ ഇടയിൽ പറയുന്ന സുവിശേഷം ഇന്നതെന്ന് അവരെ, വിശേഷാൽ പ്രമാണികളെ, ഏതാ 12 അപ്പോസ്തലന്മാരെ ഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യെരുശലേമിലേക്ക് പോയതെന്ന്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഇത് രണ്ടും രണ്ട് സുവിശേഷമാണെന്ന്. താഴേക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടി വ്യക്തമാകും. ഇന്ന് അതിന്റെ 10 വരെ തീർക്കാൻ പറ്റുകയില്ല. എന്നാൽ 1-2 വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. ഞാൻ ഓടിയതോ വെറുതെ എന്ന് വരാതിരിപ്പാൻ ഞാൻ ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം അവരോട് വിശേഷാൽ പ്രമാണികളോട് വിവരിച്ചു. എന്റെ കൂടെയുള്ള തീത്തോസ് എവനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. ഈ സംഭവം നമ്മൾ അവിടെ വായിച്ചത്. എന്തിനാ തീത്തോസിനെ കൂട്ടിക്കൊണ്ടുപോയേ? തീത്തോസ് എവനായിരുന്നു, ജാതീയനായിരുന്നു, പരിച്ഛേദന ഏൽക്കാത്തവനായിരുന്നു. ഈ തീത്തോസിനെ കൂട്ടിക്കൊണ്ട് യെരുശലേമിലേക്ക് പോയത് അവരോട് ഈ കാര്യം പറയുമ്പോൾ അവർക്ക് ഇത് ബോധ്യം, ഞങ്ങൾ ജാതികളുടെ ഇടയിൽ സുവിശേഷം പറയുന്നു, ജാതികളോട് ഞങ്ങൾ പറയുന്ന സുവിശേഷം കേട്ട് ജാതികളായിരിക്കുന്നവർ കൂട്ടമായി ആയിരക്കണക്കിന് പേർ രക്ഷിക്കപ്പെടുന്നു, വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്നു, ഞങ്ങൾ അവരോട് കൂടെ നടക്കുന്നു, ഞങ്ങൾ അവരോട് കൂടെ ഇരിക്കുന്നു, അവരോട് കൂടെ കിടക്കുന്നു, ഞങ്ങളും അവരും ഒന്നാണ്, വേർപാടില്ലാതെ വേണം ഞങ്ങളെ ക്രിസ്തു ഒന്നാക്കി. ഈ തെളിവ് യെരുശലേമിലെ കൗൺസിലിൽ പോകുമ്പോൾ യെരുശലേമിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ലാതെ കണ്ണാലെ അവർ കണ്ട് ബോധ്യപ്പെടുവാൻ വണ്ണമാണ് പരിച്ഛേദന ഏൽക്കാത്തായിരിക്കുന്ന ഈ പറയുന്ന തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് യെരുശലേമിലേക്ക് പോയത്. ആ തീത്തോസിനെയും കൂട്ടിക്കൊണ്ട് യെരുശലേമിലേക്ക് പോയപ്പോൾ തന്നെ അവിടെയുള്ളവര് പറഞ്ഞു, അങ്ങനെയുള്ളവരെ പരിച്ഛേദന ഏൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ കൂടെ വന്ന തീത്തോസിനെ പരിച്ഛേദന ഏൽപ്പിക്കാതിരിക്കാൻ അവര് സമ്മതിക്കുമോ? എന്നിട്ടോട് പറയാണ്, തീത്തോസ് യവനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. ആരും നിർബന്ധിച്ചില്ല എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഈ പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ 12 അപ്പോസ്തലന്മാർക്കും അവിടുത്തെ മൂപ്പന്മാർക്കും കാര്യം മനസ്സിലായി. എന്നാൽ നമ്മളിപ്പോ അപ്പുറം വായിച്ചില്ലേ, പരീക്ഷ പക്ഷത്ത് നിന്ന് ചിലർ എഴുന്നേറ്റിട്ട് അവനെ പരിച്ഛേദന കഴിക്കണമെന്ന് പറഞ്ഞു. അവനെന്ന് മാത്രമല്ല, ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്ന എല്ലാവരെയും പരിച്ഛേദന കഴിക്കണമെന്ന് പരീക്ഷ പക്ഷത്ത് നിന്ന് എഴുന്നേറ്റവർ പറഞ്ഞു. അതാണ് ഇവിടെ പറയുന്നത്, കൂടെയുള്ള തീത്തോസ് എവനെങ്കിലും പരിച്ഛേദന ഏൽപ്പാൻ അവനെ ആരും നിർബന്ധിച്ചില്ല. അതോ അങ്ങനെ പറയാൻ കാരണമോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. ഈ പരിച്ഛേദനയുടെ ഉപദേശം കൊണ്ടുവന്നത്, അന്ത്യോക്യ സഭയിൽ കൊണ്ടുവന്നത് നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാരാണ്. അവരെ സഹോദരന്മാർ എന്നാ വിളിച്ചേ. അവരെ അല്ലാതെ പുറത്തുള്ള യഹൂദന്മാർ ഒന്നും പറഞ്ഞില്ല, അന്യരെന്ന വിധത്തിലല്ല പറഞ്ഞ്. അവരെ പൗലോസ് വിളിച്ചെന്താ? കള്ള സഹോദരന്മാർ എന്ന് തന്നെ വിളിച്ചേ. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു ഈ പരിച്ഛേദന ഏൽക്കാനുള്ള നിർബന്ധമൊക്കെ പിടിച്ചത്. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നു. നമ്മെ അടിമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അവർ നമ്മെ അടിമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? എന്തിലാ അടിമത്തം വരുന്നത്? നിങ്ങൾക്കറിയാമോ എന്തിലേക്ക് അടിമത്തത്തിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. കറക്റ്റ് ന്യായപ്രമാണം. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പൗലോസായ ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ ഒരുത്തൻ ഈ കൃപയുടെ സുവിശേഷം, പൗലോസിലൂടെ വെളിപ്പെട്ടതായിരിക്കുന്ന കൃപയുടെ സുവിശേഷം കേട്ട് വിശ്വസിച്ചതിന് ശേഷം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞു പോയാൽ അടിമത്വത്തിലേക്ക് വീണ്ടും പോവുക. ആ അടിമത്വത്തിൽ നിന്നാണ് നമ്മളെ ക്രിസ്തു സ്വതന്ത്രരാക്കിയത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നമുക്ക് തന്നു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇനിയും തിരിഞ്ഞ ആ ന്യായപ്രമാണത്തിന്റെ അടിമത്വത്തിലേക്ക് പോകരുത് എന്നുള്ളതാ പറയണത്. നോക്കിയേ, ഇവിടെയും പൗലോസ് പറയുന്നത് അവരെന്തിനാ നുഴഞ്ഞു വന്നേന്ന് പറഞ്ഞേ? ഇവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന്, വീണ്ടും ന്യായപ്രമാണത്തിലേക്ക് തിരിച്ചു കൊണ്ടേ അടിമപ്പെടുത്തേണ്ടതിന്
ക്രിസ്തു യേശുവിൽ നമുക്കുള്ള സ്വാതന്ത്ര്യം ഒറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരുന്നു. അതിനാ ഇവര് വന്നത്. അവർക്ക് ന്യായപ്രമാണം ചെയ്യാതെ നിവൃത്തിയില്ലെന്നേ, സമാധാനമില്ല. പിന്നെ പറയാണ് അതിന്റെ അടുത്ത വാക്യം, 5-ാം വാക്യം, സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തില്ല. പൗലോസിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്താ പ്രത്യേകത എന്നറിയാമോ? പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷത്തിനെതിരെ ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. എവിടെ നിങ്ങൾ നോക്കിക്കോ, ഏത് കാര്യം പറയുമ്പോഴും പൗലോസ് പറയുന്ന അച്ചട്ടായിരിക്കുന്ന കാര്യമായിരിക്കും. അതിനപ്പുറത്ത് പൗലോസിന് എന്നാ അങ്ങനെ ആട്ടെ, സാരമില്ല, അവരങ്ങനെ പറഞ്ഞല്ലോ, എന്നാ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെക്കുന്ന ഒരു സ്വഭാവം പൗലോസിനില്ല. ഒരു നാഴിക പോലും വഴങ്ങി കൊടുക്കുകയില്ല പൗലോസ് പറയുന്ന ഈ സുവിശേഷത്തിന്. ഞാനും എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളോട് പറയുന്നത്, ഈ കൃപയുടെ സുവിശേഷം നിങ്ങൾ യഥാർത്ഥമാണെന്ന് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അത് കൊള്ളാം, അത് സത്യമാണ്, എന്നാലും വേണ്ടില്ല, ഞാൻ പോകുന്ന സഭയിൽ തന്നെ അങ്ങ് പോയേക്കാം, ഇനിയിപ്പോ എന്തിനാ അവിടുന്ന് ഒരു പിരിവും അവരുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ എന്ന് ഒരു ഭാവം നിങ്ങളിൽ ഉണ്ടാകരുത്. അത് കർത്താവിനോട് നമ്മൾ ചെയ്യുന്ന കുറ്റമാണ്. സത്യം എന്താണെന്ന് മനസ്സിലായാൽ തല പോയാലും വേണ്ടില്ല, ആ സത്യത്തിന് നാം വശംവദരായിരിക്കണം. ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. പൗലോസ് അതാ പറയുന്നത്, ഞാൻ ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തില്ല. പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ എഴുത്തുകൾ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കൃത്യനിഷ്ഠയോടുകൂടിയാണ്. താൻ ആർക്കും ഒരു വിട്ടുവീഴ്ചയും ചെയ്യുകയില്ല. ആ വിധത്തിലാണ് പൗലോസ് എഴുതുന്നത്. സുവിശേഷത്തിന്റെ സത്യം നിങ്ങളോട് കൂടെ നിലനിൽക്കേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തില്ല. എന്നാ പോട്ടെ, പരിച്ഛേദനയല്ലേ കേൾക്കാൻ പറയുന്നുള്ളൂ, ചെയ്തേക്കാം, വലിയ കുഴപ്പമില്ലല്ലോ, മോശയിലൂടെ പണ്ട് പറഞ്ഞ കാര്യമല്ലേ, അത്രയല്ലേ ഉള്ളൂ, ആമ്പിള്ളേരെ പരിച്ഛേദന കഴിക്കണം, ചെയ്തേക്കാം, അത് പോട്ടെ മക്കളെ എന്ന് പറഞ്ഞ് പിന്നെ ഗലാത്യ സഭയെയും അന്ത്യോക്യ സഭയെയും ആശ്വസിപ്പിക്കുകയല്ല ചെയ്തത്. സമ്മതിച്ചില്ല, ഒരു നാഴിക പോലും വിട്ടുകൊടുത്തില്ല എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങി കൊടുത്തില്ല. പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ല. നോക്കിയേ, പ്രമാണികളായവരോ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? യെരുശലേമിലെ 12 അപ്പോസ്തലന്മാരും യെരുശലേം സഭയിലെ മൂപ്പന്മാരുമാണ് പ്രമാണികൾ എന്ന് പറയുന്നത്. 12 അപ്പോസ്തലന്മാർ പണ്ട് എങ്ങനെയുള്ളവരായിരുന്നാലും യേശുക്രിസ്തുവിന്റെ കൂടെ നടന്നവരാ, കൂടെ ഇരുന്നവരാ, കൂടെ കേട്ട് പഠിച്ചവരാ. യേശുക്രിസ്തു വലിയ ഉത്തരവാദിത്വം പരമേൽപ്പിച്ച് കൊടുത്തവരാണ്, ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാണ്. അതൊന്നും എനിക്ക് വിഷയമല്ലെന്ന് പൗലോസ് പറയുന്നത്. പ്രമാണിമാരായവരോ അവർ പണ്ട് എങ്ങനെയായിരുന്നാലും എനിക്കേതുമില്ല. എന്തൊരു ശക്തമായ വാക്കാണ് പൗലോസിന്റെ ഈ വാക്കുകൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്കേതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരെയും നോക്കുന്നില്ല, മൂപ്പന്മാരെയും ആരെയും നോക്കുന്നില്ല. 12 അപ്പോസ്തലന്മാരുടെ ഒന്നും പ്രത്യേകിച്ച് പരിഗണനയിലൊന്നും എടുക്കുന്നില്ല എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കൃപയുടെ സുവിശേഷത്തിൽ അവർക്ക് പ്രത്യേകിച്ച് റോൾ ഇല്ല എന്നർത്ഥം. പൗലോസിന്റെ സുവിശേഷത്തിൽ 12 അപ്പോസ്തലന്മാർക്ക് പ്രത്യേകിച്ച് റോൾ ഇല്ല, ദൈവം അവരെ ഇതിനകത്ത് ആദരിക്കുന്നുമില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്ക് ഒന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ല. ഈ 12 അപ്പോസ്തലന്മാരിൽ നിന്ന് ഞാൻ ഒരു വകയും പഠിച്ചിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. അവരിൽ നിന്ന് ഒരു സുവിശേഷവും കേട്ടിട്ടില്ല, ഞാൻ ഒന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ല. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി 58. സമയം കഴിഞ്ഞു പോയില്ലേ? ശരി, ഞാൻ 6-ാം വാക്യം വരെ പറഞ്ഞു നിർത്തുകയാണ്. 6-ാം വാക്യം, അടുത്ത വാക്യം 7 മുതലുള്ള ഇരിക്കുന്ന വാക്യങ്ങൾ അടുത്ത ആഴ്ചയിൽ ഞാൻ പറയാം. പ്രമാണികളായവരോ അവർ പണ്ട് എങ്ങനെയുള്ളവർ ആയിരുന്നാലും എനിക്ക് ഏതുമില്ല. ദൈവം മനുഷ്യന്റെ മുഖം നോക്കുന്നില്ല. പ്രമാണികൾ എനിക്കൊന്നും ഗ്രഹിപ്പിച്ച് തന്നിട്ടില്ല. അത്രയും ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കട്ടെ. നിങ്ങളെ ഇരുത്തി പോരടിപ്പിക്കേണ്ടത് ഓർത്തിട്ടാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഗലാത്യലേഖനം ഈ വിധത്തിൽ പഠിച്ചു വന്ന എൻ്റെ പ്രിയമുള്ളവരെ, ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഈ വിധത്തിൽ പഠിച്ചു വന്നാൽ നമ്മളായിരിക്കുന്ന രാജ്യത്തിന്റെ സുവിശേഷം അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷവും ഈ പൗലോസിന്റെ സുവിശേഷം എല്ലാം ഒന്നാണെന്ന് പറയുന്ന ഏത് സഭയിലാണേലും ആ നിമിഷം അല്പമെങ്കിലും ഉള്ളിൽ ബോധമുള്ളവൻ അല്ലെങ്കിൽ അല്പമെങ്കിലും തിരിച്ചറിവ് വന്നാൽ നമ്മൾ ആ നിമിഷം അതിൽ നിന്ന് വിട്ടുപോരും. അതല്ല അതിന്റെ സത്യം എന്ന് പറയും. ഞാൻ ഈ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് പിന്നെ 6 മാസത്തിൽ കൂടുതൽ ഞാൻ എൻ്റെ പഴയ സഭയിൽ നിന്നില്ല. 5 വർഷം മുമ്പുള്ള കാര്യം പറയുന്നത്. ഞാൻ അവിടെയും ഒരു ചെറിയ റോള്, ഒരു ഉപദേശം എന്നുള്ള റോളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമല്ല, അതുകൊണ്ട് ഈ സത്യമല്ലാത്ത കാര്യം ഞാൻ ഇനി പഠിപ്പിക്കുകയില്ല, ഞാൻ ഇങ്ങനെ തന്നെ പഠിപ്പിക്കും.
ഇതാണ് പൗലോസിലൂടെയാണ് കൃപയുടെ സുവിശേഷം ലോകത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞ് അവരോട് ഗുഡ് ബൈ പറഞ്ഞ് യാത്ര പറഞ്ഞ് പിരിഞ്ഞവനാണ്. ഞാൻ പറയുന്ന ഈ സത്യം ഗ്രഹിക്കുമ്പോൾ, ഈ ഗലാത്യ ലേഖനമൊക്കെ ഉള്ളതുപോലെ ഗ്രഹിക്കുമ്പോഴാണ് ആ പരമമായിരിക്കുന്ന കാര്യം എത്രമാത്രം സത്യമാണെന്ന് നമ്മൾ ഉറപ്പിക്കുക. അന്നേരം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുകയില്ല. അതും കൊള്ളാം, ഇതും കൊള്ളാം, ഇതും നല്ലത്, അതും നല്ലത് നമ്മൾ പറയുകയില്ല. നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കും. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളെ എല്ലാവരെയും കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ. നിങ്ങൾക്ക് കേട്ട വചനങ്ങൾ പ്രയോജനമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.